ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹപൂർവ്വം ക്ഷമ എന്ന സീരിയലിൽ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ യശോദമ്മ നാരായണൻ നമ്പൂതിരിയോട് പറയുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ, അമ്മ എന്താ ഒന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം നിനക്കറിയാവുന്നതല്ലേ, അമ്മ എപ്പോഴും അങ്ങനെ തന്നെ, അമ്മയെ ആർക്കും മാറ്റി തിരുത്താൻ പറ്റില്ല. മോളുടെ കൈക്ക് വേദന ഉണ്ടെന്ന് നാരായണൻ നമ്പൂതിരി രാധികയുടെ കൈ നോക്കി പറയുന്നുണ്ട്. അപ്പം രാധിക പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷം സ്നേഹം സങ്കടം എല്ലാം ഇപ്പം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക. എൻ്റെ ഈ ചോരിൽ എപ്പോഴും എന്നെ മുത്തശ്ശി അപമാനിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ എൻ്റെ ചോരിൽ തന്നെ ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു വലിയൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയെ അതിനുള്ള സന്തോഷമാണ് അച്ഛാ എന്ന് രാധിക നാരായണ നമ്പൂതിരിയോട് പറയുന്നുണ്ട്. അപ്പം നാരായണ നമ്പൂതിരി വിശുദ്ധം ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം ക്ഷമ മേഡത്തിന് വേണ്ടി, അവർക്ക് ഒന്നും സംഭവിക്കരുതെന്ന് അച്ഛൻ പ്രാർത്ഥിക്കണമല്ലോ കേട്ടോ, അച്ഛൻ പ്രാർത്ഥിക്കൂലേ എന്നൊക്കെ ഒരു രാധിക ചോദിക്കുമ്പോൾ നാരായണൻ നമ്പൂതിരി ചിരിച്ചുകൊണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം മോളെ. പിന്നെ കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ ഇങ്ങനെ കണ്ണു തുറക്കാനായി കുറേ നേരം ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ശ്യാമ വളരെയധികം പ്രയാസപ്പെട്ട് അസ്വസ്ഥതയോട് കൂടി തന്നെ കണ്ണു തുറക്കുന്നുണ്ട്. ആ സമയത്ത് യശോദ എല്ലാ അശ്വതി ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ശ്യാമേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ശ്യാമ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ കൈവച്ച് ആകെ ഒരു അസ്വസ്ഥത രൂപത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ വിളിക്കുന്നുണ്ട്, ശ്യാമ മേഡം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്യാമ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, മാഡം ഹോസ്പിറ്റലിലാണ്, മാഡത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മാഡത്തിൻ്റെ കണ്ടീഷൻ കുറച്ച് ലോ ആയിരുന്നു, ഇപ്പോൾ മാഡത്തിന് എങ്ങനെയുണ്ട്, അറിയോ ഓക്കെ നോ എന്ന് ഡോക്ടർ ശ്യാമയോട് ചോദിക്കുന്നുണ്ട്. ഇത് ശ്യാമയോട് പറയുന്നു, ഞാൻ ഒരുപാട് പേടിച്ചു പോയി, വിവരം പറയാൻ തന്നെ ഐശ്വര്യയും മാലിന്യം കുറേ വിളിച്ചു, അവരെ കിട്ടിയില്ല, ഞാൻ വളരെയധികം പേടിച്ചു ശ്യാമയെ. അപ്പോൾ ശ്യാമ ഇങ്ങനെ ചെറുപുഞ്ചിരിയിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ഡോക്ടറിനോട് ചോദിക്കുന്നു, ഡോക്ടർ എനിക്ക് കുറേ ദിവസം ഇവിടെ കിടക്കേണ്ടി വരാം. കുറേ ദിവസമൊന്നും കിടക്കേണ്ടി വരില്ല, എന്തായാലും ഒരു 1-2 ദിവസത്തെ റെസ്റ്റ്, പിന്നെ എന്തായാലും തലയുടെ മുറിവൊന്നും ഉണങ്ങിയിട്ട് എന്നിട്ട് നമുക്ക് ഡിസ്ചാർജെ കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ബ്ലഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് മിറാക്കിൾ, അതെല്ലാത്തിലും ഞങ്ങൾ ശുഭകരമാക്കാറുണ്ട്. ശ്യാമ മേഡത്തിൻ്റെ കാര്യത്തിലും അത് ശുഭകരമായി കിട്ടി. ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് ശ്യാമ മേഡത്തിന് വേണ്ടി ബ്ലഡ് തന്നത്. ഡോക്ടർ പറയുന്നു, ശരിക്കും ശ്യാമ മേഡത്തിൻ്റെ ചായ തന്നെയായിരുന്നു കുട്ടിക്ക്, ശരിക്കും ശ്യാമ മേഡത്തെ പോലെ തന്നെ, കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടും, ശ്യാമ മേഡം തന്നെ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ ആദ്യം ഇപ്പോൾ ആകെ ഒരു സന്തോഷം ടെൻഷനൊക്കെ കൂടി ഇങ്ങനെ ചേച്ചി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അശ്വതി പറയുന്നുണ്ട്, ശ്യാമേ റിലാക്സ് ശ്യാമേ, നമ്മുടെ നിൻ്റെ മോള് തന്നെ ആയിരിക്കും എന്ന രീതിയിൽ ഇങ്ങനെ റിലാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അടുത്തുള്ളൊരു നേഴ്സ് വന്നിട്ട് ഡോക്ടറിനോട് പറയുന്നു, ഡോക്ടർ 1 മിനിറ്റ്, എക്സ്ക്യൂസ് മീ 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. അവൾക്ക് എൻ്റെ സാമ്യമുണ്ടെന്നൊക്കെയാണല്ലോ ചേച്ചി പറയുന്നത്, എനിക്ക് സന്തോഷമായി ചേച്ചി. എന്നിട്ട് ശ്യാമ ഇങ്ങനെ അശ്വതിയോട് പറയുമ്പോൾ അശ്വതി പറയുന്നുണ്ട്, അതേ ശ്യാമ, ഇത്രയും കാലം നമ്മൾ അന്വേഷിച്ചിരുന്നവൾ തന്നെയാണ് അവൾ, നിൻ്റെ മോള് തന്നെയാണ്, നിൻ്റെ മോളുടെ രക്തമാണ് ഇപ്പോൾ നിൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് ശ്യാമ. അപ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും രക്തത്തിന് തിരിച്ചറിയും എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി, പക്ഷേ അവസാനമായിട്ട് എനിക്കിത് അവളെ കാണാൻ പറ്റില്ലല്ലോ എൻ്റെ കൃഷ്ണ, എത്ര ദൂരത്താണെങ്കിലും നീ അവളെവിടെ എത്തിച്ചോ, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കരയുന്നുണ്ട്. ഇത് ശ്യാമയോട് പറയുന്നു, പിന്നെ ഒരു വഴിയുണ്ട്, ആ കുട്ടി വിനീത് പ്രസാദിൻ്റെ കൂടെയാണ് വന്നത്, ശ്യാമയ്ക്ക് വിനീത് പ്രസാദിന് മുമ്പ് പരിചയമുണ്ടോ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, 1-2 ഫംഗ്ഷനിൽ വെച്ച് കണ്ടതേയുള്ളൊരു പരിചയം, ചേച്ചി പിന്നെ വിനീത് പ്രസാദിനെ വിളിച്ചില്ലേ. അപ്പോൾ അശ്വതി പറയുന്നു, നിൻ്റെ കാര്യത്തിൽ ഞാൻ ടെൻഷനിൽ മുഴുകിയിരിക്കുകയായിരുന്നു, അതുകൊണ്ട് വിളിക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ വിനീത് പ്രസാദ് പറഞ്ഞത് വിനീത് പ്രസാദിൻ്റെ അനുജത്തിയാണ് ആ കുട്ടിയെന്നാണ്. ഓ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്ക്, നിനക്ക് അവർ മുൻപ് പരിചയമുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? 1-2 ഫംഗ്ഷനിൽ വെച്ചാൽ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് നമ്പർ സംഘടിപ്പിച്ച് തരാം, നമ്മൾ മോളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ശ്യാമേ എന്ന് അശ്വതി പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് വിനീത് പ്രസാദിനെ നമ്പർ കണ്ടുപിടിക്കും, ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. അല്ല അനുജത്തിയാണെന്നല്ലേ പറഞ്ഞത് വിനീത് പ്രസാദിൻ്റെ? എങ്ങനെയുള്ള അവസ്ഥയാണെന്ന് നമുക്കറിയില്ലൊരു ശ്യാമേ, അത് സത്യമാണോ അതോ ഇങ്ങനൊരു സാഹചര്യത്തിൽ പറഞ്ഞൊരു കള്ളമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഞാനെന്തായാലും പെട്ടെന്ന് പോയി നമ്പർ സംഘടിപ്പിച്ചിട്ട് വരാം ശ്യാമേ. ചേച്ചി പെട്ടെന്ന് പോകും ശ്യാമ പറയുന്നുണ്ട്. ദൈവമേ, അതെൻ്റെ മോള് തന്നെ ആയിരിക്കണേ, അയ്യോ ഭഗവാൻ അതെൻ്റെ മോള് തന്നെ ആയിരിക്കണേ എന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്കയുടെ ഫോണിലേക്ക് ശാരദ വിളിക്കുന്നുണ്ടാക്കണം. പ്രിയങ്ക ചെന്ന് ഫോൺ എടുക്കുന്നുണ്ട്.
എന്നിട്ട് പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, എന്താ ശരത്തെ, എന്തിനാ നീ പിന്നെ വിളിച്ചത്? അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, പ്രിയങ്ക ഇപ്പം നിനക്കൊരു ഗോൾഡൻ ചാൻസ് ഇട്ടിട്ടുണ്ട്. എന്ത് ഗോൾഡൻ ചാൻസ്? വേറെ ഒന്നുമല്ല, നമ്മുടെ ഹരികൃഷ്ണൻ സാറിൻ്റെ സിനിമയിൽ ഒരു ചാൻസാണ്. എന്ത് ചാൻസുള്ള? അവരെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നടക്കാം. അതിൻ്റെ പ്രൊഡ്യൂസറിന് എന്തോ ഒരു പ്രശ്നം, അങ്ങനെ എന്തോ ഒരു സബ്ജക്റ്റിൽ അതിലൊരു ഹീറോയും വേണം. ഞാൻ നമ്മുടെ കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഓക്കെ ആണെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നീ എന്തായാലും വരുണിനെ പറ, വരുണിന് ഹീറോയും നിന്നെ ഹീറോയിനെ ആക്കാമല്ലോ പ്രിയങ്ക, നിനക്കിതൊരു ഗോൾഡൻ ചാൻസ് അല്ലേ എന്ന് ശരത്ത് പ്രിയങ്കയോട് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, നീ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, നിനക്കിനി ഇങ്ങനത്തെ ഒരു ചാൻസ് പിന്നെ കിട്ടിയെന്ന് വരില്ലല്ലോ, വരുണിൻ്റെ ഇൻഡസ്ട്രി തന്നെ സെറ്റാക്കടി. എന്തായാലും പൈസയും കൊട്ടിയിലിട്ട് ഹരികൃഷ്ണൻ സാറിന് പിന്നെ നടന്നാലും 5 കൊല്ലം കഴിഞ്ഞാലേ ഡേറ്റ് കിട്ടും. അതുകൊണ്ട് ഇപ്പം നീ ജഗിൾ പിടിക്കാതെ പെട്ടെന്ന് സെറ്റാക്കാമെന്നു. അല്ല വരണേ, ഞാനിതിപ്പോൾ എങ്ങനെ സെറ്റാക്കണമെന്നാണ് നീ പറയുന്നത്? അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിനക്കും ഒരു ഗോൾഡൻ ചാൻസാണ്, വരുണിനും ഗോൾഡനാണ്. വരുണിന് ഗോൾഡൻ ആയിരിക്കില്ല, പക്ഷെ നിനക്ക് അതൊരു ഗോൾഡൻ ചാൻസാണ്. ശരത്ത് പ്രിയങ്കയോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നു, ഞാനിനി എന്ത് സബ്ജക്റ്റിൻ്റെ പേരിലാണ് ഇത് വരുണിന് മുമ്പിൽ അവതരിപ്പിക്കുക? അപ്പോൾ ശരത്ത് പറയുന്നു, എന്തൊക്കെയാണ് താനേ പറയുന്നത്? ഇതിനും വലിയൊരു ഗോൾഡൻ ചാൻസ് വേറെ കിട്ടിയെന്ന് വരില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ വരുണിനൊന്ന് സമ്മതിപ്പിക്കുക എന്ന് ശരത്ത് പ്രിയങ്കയോട് പറയുന്നു. ഇത് കേട്ട് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും അവിടെ കൽപ്പന വരുന്നുണ്ട്. ബാൽക്കണിയുടെ അപ്പുറത്തായതുകൊണ്ട് കൽപ്പന അതിങ്ങനെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴാണ് ഈ കാര്യം കൽപ്പന ശ്രദ്ധിക്കുന്നുണ്ട്. കൽപ്പനയ്ക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ച് നേരം അവിടെ കാതോർത്ത് നിൽക്കാനാണ് കൽപ്പനയുടെ പ്ലാൻ. അങ്ങനെ ഒരു പ്രിയങ്ക പറയുന്നതെല്ലാം കൽപ്പന ശ്രദ്ധയോടെ നിൽക്കുകയാണ്. അപ്പോൾ ശരത്ത് തുടരുന്നു, 2-3 ദിവസമൊക്കെ അവർ പിടിച്ചെടുത്താൽ എനിക്ക് കഴിയും. നീ മര്യാദക്ക് ശരത്തിനോട് പറഞ്ഞ് സെറ്റാക്കാൻ നോക്കുന്നത്, നിൻ്റെ ഗോൾഡൻ ചാൻസ് അല്ലാതെ എൻ്റെ അല്ല. ഇത് പറയുന്നു, സത്യം പറ, തനിക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ? സത്യം പറഞ്ഞാൽ മതി, ശരത്ത് പ്രിയങ്കയോട് പറയുന്നു. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയിപ്പോയി. ഇവിടുത്തെ ഓരോരുക്കും ഓരോരോ രീതികളാണ്, അതൊക്കെ സഹിച്ച് ഞാൻ നിൽക്കട്ടെ. വരുണിനെ എങ്ങനെയെങ്കിലും സ്നേഹത്താൽ ഓരോരുത്തരെ അടക്കിയതിന് ശേഷമേ വരുണിനെ വരഞ്ഞെടുക്കാൻ പറ്റും. പ്രിയങ്ക ശരത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കാതോർത്ത് അപ്പുറത്തെ കൽപ്പന നിൽക്കുന്നുണ്ടായിരുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എൻ്റെ ആവശ്യം നിറവേറ്റിയേ പറ്റൂ. അപ്പോൾ ശരത് പറയുന്നു, നിൻ്റെ ആവശ്യം നിറവേറ്റാൻ നീ ഇവിടെ ഇരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനെ വരഞ്ഞ് മുറുക്കി മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും 5-10 കൊല്ലം കഴിയാൻ ചെയ്യും. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പിന്നെ നീ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പിന്നെ അവർക്കും ആവശ്യമുണ്ടാവില്ല, എനിക്കും ആവശ്യമുണ്ടാവില്ല, ആരും ഇവിടെ കാത്തിരിക്കാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടാൽ അപ്പോൾ തന്നെ കൽപ്പന തന്നെ മുത്തശ്ശിയുടെ റൂമിലൊക്കെ ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവിടെ കണ്ണാടി വെക്കാൻ പോവായിരുന്നു. ആ സമയത്ത് കൽപ്പനയോട് മുത്തശ്ശി ഒന്ന് വേഗം പായെന്ന് പറയുന്നുണ്ട്. എന്താടി? ഞാനിവിടെ കുറേ നേരം പറഞ്ഞല്ലോ, അവൾ വന്നപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന്. പക്ഷെ നിങ്ങളാരും വിശ്വസിച്ചില്ല. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞോട്ടെ എന്നല്ല മുത്തശ്ശി പറഞ്ഞത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അവളി കുടുംബത്തിൻ്റെ അടിവരെ താണ്ടാനായി വന്നതാണ് മുത്തശ്ശി എന്ന് കൽപ്പന പറയുന്നുണ്ട്. കൂടെ ഉർവശിയും ഉണ്ടായിരുന്നു. ഉർവശിയോട് ഇതെല്ലാം കൽപ്പന നേരത്തെ പറഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? പ്രിയങ്കയുടെ തന്നെ. അവളോട് പിന്നെ ഒരു കാര്യം ഞാൻ കുറേ നാൾ പറഞ്ഞു, ഞങ്ങളാരും വിശ്വസിച്ചില്ല. ഞാൻ മണ്ടത്തി, ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾ പറഞ്ഞ മുത്തശ്ശി ഒന്നും കൊണ്ട് കേട്ടോ, അവളെ കുടുംബത്തിന് ഓടി വരെ താണ്ടാൻ വന്നതാ. ഞാൻ കാണിച്ചു തരാം. അവൾ എന്താ പറഞ്ഞത്? എന്ത് കാണിച്ചു തരാം? മുത്തശ്ശി അങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതേസമയം പ്രിയങ്ക ശരത്തിനോട് പറയുന്നുണ്ട്, എൻ്റെ ശരത്തെ, ഇവിടെയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാകും നിൻ്റെ കണ്ണ് തള്ളിപ്പോം. അതിനെന്ന് കൂടാനും വിലകളുണ്ട്. അപ്പോൾ ഇവിടെ ബാങ്കിലുണ്ടാകുന്നതിന് നീ ഒന്ന് ആലോചിച്ച് നോക്കുക. അതെല്ലാം കിട്ടി അവരുടെ കീഴ്പ്പെടുത്തി വരുമ്പോഴത്തേക്കും സിനിമ ഇൻഡസ്ട്രിയാണ് ഞാൻ ഭരിക്കും. പിന്നെ ഇത് എന്തായാലും അങ്ങനെ ഇങ്ങനെ പ്രിയങ്ക ഇങ്ങനെ ഫോണിൽ കൂടെ പറയുന്നുണ്ട്. അത് വ്യക്തമാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഒരു സ്റ്റെപ്പ് കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഏതായാലും നമുക്ക് ജയിക്കണം പ്രിയങ്ക, ഇതെല്ലാം നമുക്ക് കീഴ്പ്പെടുത്തണം. എന്നിട്ട് പ്രിയങ്ക കണ്ണാടി മുമ്പിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, പിന്നെയല്ല നമ്മളിതെല്ലാം കീഴ്പ്പെടുത്തിക്കാൻ വരണേ, ശരത്തെ, നമ്മൾ ജയിച്ചിരിക്കും എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോഴാണ് കണ്ണിൻ്റെ മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രിയങ്കയല്ല കൽപ്പനയുടെ ഉർവശിയുടെ മുഖവും തെളിയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ആകെ ഒരു ഉൾക്കടലത്തോടെ നിൽക്കുന്നുണ്ട്. ഇവരിത് കേട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷേ മുത്തശ്ശി ഇങ്ങനെ ആകെ ഒരു അന്താളിപ്പോടെ നിൽക്കുന്നുണ്ട്. പ്രിയങ്കയുടെ വിചാരം ഇവരിതെല്ലാം കേട്ടു എന്നാണ്. അങ്ങനെ പ്രിയങ്ക പതിയെ വിഷയം മാറ്റി എന്നിട്ട് പറയുന്നത്, അല്ല സ്നേഹിച്ചടക്കാമെന്ന് വിചാരിച്ചാലേ എന്താ പറയുക, അല്ല പിടിച്ചടക്കാമെന്ന് വിചാരിച്ചാൽ സ്നേഹം കൊണ്ട്
എന്ത് നല്ല സ്നേഹമുള്ള എന്താ പറയുക വീട്ടുകാരെ ഇവിടെ എന്ത് നല്ല അന്തസ്സുള്ള തറവാടെന്ന് അറിയണം മീന. ഞാനിവരെ സ്നേഹം കൊണ്ട് എന്താ പറയുക സ്നേഹിച്ച് കൊല്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ ഇവരെ സ്നേഹിച്ച് 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 ഞാൻ കീഴടക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മീന. നിനക്കിപ്പോൾ മനസ്സിലായോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇതെന്ത് നേരത്തെ ഇങ്ങനെ നല്ലൊരു കേട്ടെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. സോറി കൽപ്പനയായിരുന്നു. കൽപ്പന ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ എന്താ ഇത് നേരത്തെ ഇങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞിങ്ങനെ പോലെ നിൽക്കുന്നുണ്ട് കൽപ്പന. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളുണ്ട് ഇവിടെ. ആരാണെന്നറിയാം? ഇവരാണ് എൻ്റെ മുത്തശ്ശി തന്നെ. വരുൺ ദേവതയെ പോലെ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ത് നല്ല സ്വഭാവമാണെന്നറിയാമോ. ഈ വീട്ടിലത്തെ എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ വരുണിന് കൂടുതൽ ഇഷ്ടം മുത്തശ്ശിയാണ്. വരുണനോട് സംസാരിക്കുമ്പോഴൊക്കെ വരുൺ കൂടുതലും പറയാറുള്ളത് മുത്തശ്ശിയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മുത്തശ്ശിയോട് പ്രത്യേകം ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നിയിട്ടുണ്ട്. മുത്തശ്ശീനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ദേവത തന്നെ. എനിക്കത് കണ്ടാലും മനസ്സിലാവുള്ള മീന. പിന്നെ എനിക്കിപ്പോൾ മുത്തശ്ശിയെ കാണുമ്പോഴേ സത്യത്തിൽ കേട്ടോ എനിക്ക് പൂജാമുറി പോലും പോകാൻ തോന്നാറില്ല. കാരണം ദേവതയല്ലേ. പിന്നെ ഞാൻ എന്തിനാണ് പൂജാമുറി പോകുന്നത്? പിന്നെ മീന എനിക്കൊരു കുറച്ച് ജോലിയുണ്ട്. കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ മീന. അപ്പോൾ ശരി മീന. അങ്ങനെ പ്രിയങ്ക ഫോൺ വെച്ചുകൊണ്ട് പതിയെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പ്രിയങ്ക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശി എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല മോളെ ഞാനിവിടെ വെറുതെ വന്നത് മോളെ കാണാനായി വന്നതാ. ഞാൻ എൻ്റെ ദുബായിലുള്ളൊരു ഫ്രണ്ടാണ് മീന, അവളായിട്ട് വിശേഷം പറയാൻ മുത്തശ്ശി. എന്നാൽ ശരി മോൾ പോയിക്കോ, ഞങ്ങളെ വെറുതെ വന്നതാ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചുകൊണ്ട് പ്രിയങ്ക അപ്പുറത്തെ വഴിയിലൂടെ റൂമിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കൽപ്പന ഇങ്ങനെ ദേഷ്യത്തോട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് കൽപ്പനെ? അപ്പം നിനക്ക് ഇതല്ലേ നീ പറഞ്ഞ കുറ്റവും കുറവും? അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, മുത്തശ്ശി സത്യത്തിൽ ഇവൾ ഇതൊന്നും അല്ല പറഞ്ഞിരുന്നത്. നമ്മ വന്നപ്പോൾ അവൾ നേരെ അങ്ങോട്ട് വിഷയം മാറ്റിയതാണ് മുത്തശ്ശിക്കത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി എന്താ അവൾ പറഞ്ഞത്, എന്താ അവളിന് പറയാൻ പോകുന്നതെന്നും. എടി കൽപ്പന ഇതൊക്കെ കാണുന്നു മനസ്സിലാക്കാൻ നോക്കാൻ. എന്താ പറയുക, എന്തൊരു അഭിമാനത്തോടെ എന്തൊരു അന്തസ്സോടെ ആ കുട്ടി ഈ വീട്ടിൽ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ത് മനോഹരമായി ആ കുട്ടി പറയുന്നത്. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. ഇത് രസത്തിലാണെന്ന് പറയാം കുട്ടി പറയുന്നത്. എന്നിട്ട് അവളോട് ഏറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ആണക്കേട് തന്നെ എന്നിങ്ങനെ മുത്തശ്ശി കൽപ്പനയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പന ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. മുത്തശ്ശി അവൾ സത്യത്തിൽ നീ ഒന്നും മിണ്ടണ്ട, ഇനി ഇതേപോലത്തെ കാര്യങ്ങളുമായി എൻ്റെ മുമ്പിൽ വന്നലുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ബാക്കി. പിന്നെ ഉർവശി ഞാൻ പരമേശ്വരനെ വിളിച്ച് പറയുന്നുണ്ട്, നീ ഇവിടെ ഇവളെ കൂടി ഇങ്ങനെ കുറ്റവും കുറവും പറയാൻ നടന്നോ? ഇപ്പോൾ കുറച്ച് കാലമായല്ലോ ഇതിനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പരമേശ്വരനെ വിളിച്ച് ഇത് നിർത്തിച്ചോളാം. മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കൽപ്പന ഉർവശിയോട് പറയുന്നുണ്ട്, അവൾ പഠിച്ച കളി അവളെന്തായാലും ഈ വീട് പിടിച്ചെടുക്കാമെന്ന് ചെറിയമ്മ എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരം മുമ്പ് അവൾ ഇതൊന്നല്ല പറഞ്ഞിട്ട് നമ്മളെ കണ്ടപ്പോൾ നേരെ മാറ്റി പറഞ്ഞതാ. എന്തായാലും അമ്മ ഇപ്പം എനിക്ക് വാണിക്ക് തന്നിട്ടാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് ഈ വീട് എന്നെ പേര് ആലോചിക്കാനേ പറ്റില്ല കൽപ്പന. നീ എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കും, ഞാൻ ഇതിനൊന്നുമില്ല, നമ്മളില്ലേ ഇതിനെന്ന് പറഞ്ഞ് നമ്മുടെ ഉർവശി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികയല്ല പ്രിയങ്കയാണ് കാണിക്കുന്നത്. എന്നിട്ട് പ്രിയങ്ക കൽപ്പനയോട് പറയുന്നുണ്ട്, എന്താ പറയുക, നീ പല പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും, അതുപോലെ ഒന്നുമല്ല ഞാൻ. എന്തായാലും ഏടത്തേക്ക് എനിക്കിവിടെ ഒരേ സ്ഥലം തന്നെ. പിന്നെ നീ വെറുതെ എൻ്റെ സ്ഥലത്തിൽ കൊളന്നുകൊണ്ട് വരണ്ട. പല പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ സ്വഭാവം അതിൽ കൂട്ടരെടുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഒരു സ്ഥലത്തിൽ കുളം തോണ്ടും, എനിക്ക് തടയാൻ നോക്കാം. എടുത്തി എന്നോടൊക്കെ വേണ്ട പോയില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, പിടിച്ചടക്കം വേണ്ടിയല്ല, ഞാൻ പിടിച്ചടക്കും എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധികയാണ് കേട്ടോ. രാധികനെ ഉറങ്ങുകയാണ്. ആ സമയത്ത് യശോദമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധികയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് ഉറക്കത്തിൽ. അപ്പോൾ യശോദമ്മ കരയുന്നുണ്ട്. യശോദമ്മ കരഞ്ഞിട്ട് രാധികയുടെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, ഉറക്കത്തിൽ പോലും എൻ്റെ കുട്ടി കരയുക, എൻ്റെ കുട്ടിക്കൊരു തീരെയില്ല, എവിടെയും അവസാനിക്കില്ല എൻ്റെ കുട്ടിയുടെ കരച്ചിൽ. എണീക്കുമ്പോഴും ഉറക്കത്തിലും ഊണിലും എല്ലാത്തിലും എൻ്റെ കുട്ടി കരയുക. എന്നിട്ട് യശോദമ്മ പറയുന്നുണ്ട്, മോളോട് ഈ ചതിക്ക് ഞാനും കൂട്ടൊന്നുമല്ല മോളെ, ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നില്ല ഞാൻ എൻ്റെ കുട്ടിയോട് ചെയ്തത്, എന്നോട് പൊറുക്കണേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് യശോദ ചേർന്നിട്ട് നമ്മുടെ രാധികയോട് കാലിങ്ങനെ പിടിച്ച് വീണ്ടും കരയുന്നുണ്ട്. മോളോട് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തെറ്റാണ് ഞാൻ ചെയ്തത്, ഒരമ്മയും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല
അതിനുശേഷം ഇങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് പ്രിയങ്കയും ജാനിയും സോനയും ഒക്കെ ചേർന്ന് കഴുത്തിലൂടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെക്കുന്നൊരു ഭാഗമൊക്കെ ഇങ്ങനെ യശോദ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഇങ്ങനെ ആലോചിച്ചെടുത്തിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടി ഇതെല്ലാം എന്നോട് പൊറുക്കില്ലേ, ഉറക്കത്തിൽ ഓണിലൊക്കെ എൻ്റെ കുട്ടിക്ക് കരച്ചില്ല, ദയവ് ചെയ്ത് എൻ്റെ കുട്ടി ഇത് പുറത്തു തരണമേ എന്നിങ്ങനെ യശോദമ്മ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ഇതെല്ലാം ഓർത്ത് വീണ്ടും എന്താ പറയുക, മുത്തശ്ശി ഇങ്ങനെ ചീത്ത പറയുന്നത്, വേണ്ടമ്മേ അമ്മ ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗവും താലി അഴിക്കുന്നതും എല്ലാം കൂടി യശോദമ്മ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ യശോദമ്മ കാൽ തൊഴുതതിന് ശേഷം കരഞ്ഞുകൊണ്ട് തന്നെ രാധികയുടെ റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. രാധിക ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കണ്ണടച്ച് കിടക്കുകയായിരുന്നെന്ന് മാത്രം. കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണുനീരുകൾ വന്നിരുന്നു രാധികയുടെ. അങ്ങനെ ഹാളിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം റിപ്പീറ്റേഷൻ ചെയ്തിരുന്ന യശോദ പതിയെ തലകറങ്ങി വീഴുകയാണ്. അങ്ങനെ തലകറങ്ങി വീണ അവിടെ കിടക്കുന്ന അങ്ങനെ നാരായണൻ നമ്പൂതിരി ഹാളിലോട്ട് പോകുന്ന സമയത്താണ് ഇത് കണ്ടത്. അങ്ങനെ നേരെ അയ്യോ എന്താ പറ്റി യശോദ എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിലോട്ട് നേരെ ഓടി വന്നിട്ടോ, എന്തിനാ എടുക്കാൻ വേണ്ടി നേരെ ഹാളിലോട്ട് ഓടി വന്നാണ്. ആദ്യ സമയം തന്നെ രാധിക ഉറങ്ങാത്തതിനാൽ രാധികയും ഓടി വന്നു, നമ്മുടെ മുത്തശ്ശി പ്രിയങ്കയുടെ മുത്തശ്ശിയും ഓടി വന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്തിലാണ് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൽ പുതിയൊരു വീഡിയോ അവസാനിക്കുന്നത്. താങ്ക് യു.